നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമ നമ്മൾ ഈ ചാനലിൽ ചെയ്തതിൽ വെച്ച് വളരെ വേറിട്ട് കിടക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തകരമായിട്ടുള്ളൊരു സിനിമയാണ്. അതാണ് അതിൻ്റെ കാരണം. അതെന്ത് കാരണമെന്നറിയില്ല, പക്ഷെ അതാണ് കാരണം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണിത്. സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ ഒരു ബാറിലേക്ക് വന്ന് കയറുന്നു. എന്നാൽ കയറിയ പോലെ അവർക്ക് തിരിച്ചിറങ്ങാനായിട്ട് പറ്റുന്നില്ല. ആരവരെ പിടിച്ചു വെച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നുമല്ല, പക്ഷെ കയറിയ പോലെ അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അതിനായിട്ട് തക്കതായിട്ടുള്ളൊരു കാരണം കൂടിയുണ്ട്. ഈ സിനിമയുടെ വൺലൈൻ ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ്, അതിൽ കൂടുതലൊന്നുമില്ല, അത്ര തന്നെ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ സിനിമ കണ്ടാലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പക്ഷേ ഞാൻ ഒരുറപ്പ് തരാം, ഈ സിനിമ തുടങ്ങിയിട്ട് അതിൻ്റെ ട്രാക്കിലേക്ക് വന്ന് കയറിയാൽ പിന്നെ നമ്മൾ സിനിമ കണ്ടു കഴിയുന്നവരെ കണ്ടിരിക്കും. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഞാൻ അങ്ങനെയാണ് ഈ സിനിമ കണ്ടിരുന്നത്. ഇത്രമാത്രം ഈ സിനിമയിൽ എന്തുണ്ടെന്ന് വിചാരിക്കേണ്ട, നമുക്ക് ഈ സിനിമ കാണാം. എന്നാൽ പിന്നെ നമുക്ക് 2017 റിലീസ് ചെയ്ത ദ ബാർ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ എലോണ എന്ന പേരുള്ള ഒരു ലേഡി ഫോൺ വിളിച്ചുകൊണ്ട് അങ്ങനെ നടന്നു വരികയാണ്. ഇന്ന് അവളുടെ ഡേറ്റിംഗ് ആണ്. ഈ ഡേറ്റിങ്ങിനെ കുറിച്ച്, കാണാൻ പോകുന്ന പയ്യനെ കുറിച്ച് അവൾ അവളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവളെയും പാസ് ചെയ്തുകൊണ്ട് മറ്റൊരു മനുഷ്യൻ അവളുടെ മുന്നിൽ പോകുന്നുണ്ട്. അങ്ങനെ ആരോടോ സംസാരിക്കുകയാണ്. നിനക്ക് വേണ്ട സാധനം എൻ്റെ കയ്യിൽ വന്നെത്തിയിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞോ, നാളത്തേക്കൊന്നും മാറ്റി വെക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നൊന്നും അറിയില്ല, എന്നാലും കാര്യമായിട്ട് എന്തോ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അവിടെ തറയിൽ കിടക്കുന്ന ഒരു ഭിക്ഷക്കാരനെ പോലീസുകാരൻ വന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവരുടെ തൊട്ടു മുന്നിൽ തന്നെയായിട്ട് ഒരു സ്വർണ്ണമുടി അമ്മച്ചി വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് കാശ് പിന്നെ തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതെല്ലാം ഒരൊറ്റ ഷോട്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും എലോണയാണ് കാണിക്കുന്നത്. അവൾ ഫോണിൽ ഇപ്പോഴും കൂട്ടുകാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഡേറ്റിങ്ങിന് വന്നവൻ ഏത് റെസ്റ്റോറൻറ്റിലാണ് ഇരിക്കുന്നതെന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് എന്തോ വഴി തെറ്റിയ പോലെ. അതേസമയത്ത് കൂട്ടുകാരി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവളോട് പറയുന്നുണ്ട്, എൻ്റെ ഫോണിൽ ചാർജ് ചെയ്യാനായി, ഞാൻ പിന്നെ വിളിക്കാമെന്ന്. അപ്പോഴാണ് ഒരു അമ്മച്ചി വന്ന് ഒരു ചിരിയും പാസ്സാക്കി അവൾക്കായിട്ട് ഒരു ചെടി കൊടുക്കുന്നത്. അതിൻ്റെ കാശ് ഒതുക്കുന്ന നേരം അവൾ അതിന് മുന്നേ അതെടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കും. അത് കാണുന്ന അമ്മച്ചി അവളെ ശപിക്കും. നീയൊക്കെ കുടിക്കുന്ന വെള്ളം പിശാചിൻ്റെ മലവും മൂത്രവും ആയിപ്പോട്ടെ. എന്നിരുന്നാലും അവളതൊന്നും കാര്യമാക്കുന്നില്ല. എന്നാൽ അപ്പോഴേക്കും അവളുടെ ഫോണിൽ ചാർജ് കയറുന്നു. എന്നാൽ ചാർജ് കയറ്റാനായിട്ട് തൊട്ടടുത്ത് ഏതെങ്കിലും കടയുണ്ടോയെന്ന് നോക്കുന്നേരം തൊട്ടടുത്തായിട്ടൊരു ബാറാണ് അവൾ കാണുന്നത്. അങ്ങനെ അങ്ങോട്ട് കയറി ചെന്ന് ആദ്യം തന്നെ ഒരു ചായ ഓർഡർ ചെയ്തിട്ടാണ് അവൾ ചാർജർ ചോദിക്കുന്നത്. അല്ലാതെ ചാർജർ മാത്രം ചോദിക്കുന്നത് ശരിയില്ലല്ലോ. അന്നേരമാണ് ബാറിലേക്ക് ഒരാൾ ചുമച്ചുകൊണ്ട് കയറി വരുന്നത്. അങ്ങനെ ബാത്റൂമിലേക്കാണ് പോകുന്നത്. ഇത് കാണുന്ന അമ്മച്ചി, മുതലാളി അമ്മച്ചി പറയും, അവൻ ഏത് നേരത്തെ എൻ്റെ ബാറിലേക്ക് കയറി വരും മൂത്രം ഒഴിക്കാനായിട്ട്. ഇന്ന് അവൻ ഇവിടെ നിന്ന് വാങ്ങിയില്ലെങ്കിൽ അവൻ്റെ മുട്ടുംകാലി ഞാൻ തല്ലിയൊടിക്കും. അതേ സമയത്താണ് കടയിൽ ജോലി ചെയ്യുന്ന സത്തൂർ എന്ന് പറയുന്ന ഒരു ചേട്ടൻ അവളോട്, നിനക്ക് എന്തെങ്കിലും കടി വേണമെന്ന് ചോദിക്കുക. കടിയൊന്നും വേണ്ട, എനിക്ക് ചാർജർ മതിയെന്ന് പറയുന്ന നേരം അങ്ങനെ ഒരു കൊല ചാർജറാണ് ചെന്ന് കൊണ്ട് കൊടുക്കുക. ഇതിലേതാണ് നിന്റെ ഫോണിന് പറ്റിയെന്ന് വെച്ചാൽ നീ എടുത്തോന്ന് പറയും. അന്നേരമാണ് നമ്മൾ നേരത്തെ കണ്ട ഭിക്ഷകനില്ലായിരുന്നോ അങ്ങേര് ബാറിലേക്ക് അടിച്ചു കയറി വന്ന് ഒറ്റ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാം തെണ്ടികളാന്ന് പറഞ്ഞ് ബാറിൻ്റെ മുതലാളി അമ്മച്ചിയുടെ മുന്നിലേക്ക് കാശ് വെച്ച് കൊടുക്കുക. എനിക്ക് ചായയും വടയും വേണമെന്ന് പറയും. അതിനമ്മച്ചി, എടാ പാബ്ലോ, നിന്റെ കാശിന് ഇവിടെ വിലയില്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, നിനക്ക് വേണ്ട സാധനം ഞാൻ തരാം, നീ ഒന്ന് അടങ്ങും മുത്തേ, നീ ഒന്ന് അടങ്ങ്, നീ സോൾവ് ആകും, പ്രശ്നമെല്ലാം തീർന്നു. അമ്മച്ചി അവനോട് അങ്ങനെ പെരുമാറിയത് കൊണ്ട് തന്നെ അവൻ ഓക്കെ ആയി, പെട്ടെന്ന് തന്നെ ഓക്കെ ആയി. അതേസമയത്ത് അവിടെ ചായയും വടയും ചോദിച്ച ഒരാൾ കുറേ നേരം അവിടെ ഇരിക്കുന്നു. അങ്ങനെ ചോദിക്കും, എൻ്റെ ചായയും വടയും എവിടോ? എന്നാൽ ഈ ജോലിക്കാരൻ സത്തൂറാണെങ്കിൽ എലോണക്ക് ചാർജർ കണ്ടുപിടിക്കാൻ നിന്ന് കൊടുക്കുകയാണ്. അവൻ എലോണയുടെ അടുത്ത് നിന്ന് മാറുന്ന പോലുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങേര് ഇപ്പോൾ ചാർജർ എടുത്ത് കൊടുക്കുമെന്ന്. എന്നാൽ അങ്ങേര് ഫോണിന് ലാപ്ടോപ്പിൻ്റെ ചാർജറൊക്കെയാണ് എടുത്തു കൊടുക്കുന്നത്. അതേ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന സാധനം വാങ്ങിയിട്ട് കടം പറഞ്ഞു പോയ ഒരു സ്വർണ്ണമുടി അമ്മച്ചി ഇല്ലായിരുന്നോ അങ്ങേര് ഈ ബാറിലേക്ക് കയറി വരുന്നത്. അവരിവിടേക്ക് ചായ കുടിക്കാനോ കാപ്പി കുടിക്കാനോ ഒന്നുമല്ല വരുന്നത്. അവിടെ ചൂത് കളിക്കാനായിട്ട് ഒരു മെഷീൻ ഉണ്ട്. അതിൽ ചൂത് കളിക്കാനാണ് അവരിങ്ങോട്ട് വന്നത് തന്നെ. എന്നാൽ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു ബഹളം നടക്കുന്ന സമയത്തും ഒരു താടിക്കാരൻ ഇതൊന്നും അറിയാതെ ഫോണിൽ പാട്ടും കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെയുള്ള പ്രശ്നങ്ങളൊന്നും അറിയുന്നില്ല. എന്നാൽ ഈ ബാറിൽ തന്നെ കുറച്ച് നര ബാധിച്ചൊരു അപ്പാപ്പനുണ്ട്. അങ്ങേർക്കാണെങ്കിൽ ഈ പാബ്ലോയെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഈ ഭിക്ഷക്കാരനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനെ ചീത്തയെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഈ ചീത്ത കേൾക്കുന്ന പാബ്ലോ ആണെങ്കിൽ നേരെ അലോണയുടെ അടുത്ത് ചെന്ന് അവളുടെ തോളി കൈയിടുകയാണ്. അവളെ മണപ്പിച്ചെല്ലാം നോക്കിയിട്ട് അവളുടെ തോളി കൈയിടുകയാണ്. ജോലിക്കാരൻ സത്തൂറാണെങ്കിൽ നേരത്തെ ചായ ചോദിച്ച ആൾക്ക് ഇതുവരെ ചായ കൊടുത്തിട്ടുമില്ല. അവൻ ഇപ്പോഴും ആ ചാർജറിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന അങ്ങേര് ചായയുടെ കാശ് കൊടുത്തിട്ട് എനിക്ക് ചായ വേണ്ടോ എന്ന് പറഞ്ഞിറങ്ങി പോകും. പിന്നെ നിങ്ങൾ ഇവിടെ എന്തിനാ കാശ് വെച്ചാന്ന് ചോദിക്കുന്ന നേരം അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങേര് പുറത്തേക്ക് ഇറങ്ങും. പെട്ടെന്നാണ് ഒരു സ്നൈപ്പർ ഷോട്ട് അങ്ങയുടെ തലക്ക് വന്ന് കൊള്ളുക. എല്ലാവരും പേടിക്കും. ഈ ഷോട്ടാണെങ്കിൽ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല. ബാറിലുള്ളവരാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ അവിടെയുള്ള ഡോറിനടുത്ത് വന്ന് നിൽക്കുകയാണ്. നഗരത്തിലുള്ള ആളുകളാണെങ്കിൽ ആ ഷോട്ട് വന്നതിന് ശേഷം പിന്നെ ഓടി രക്ഷപ്പെട്ടു. ബാറിലുള്ളവർക്കാണെങ്കിൽ പുറത്തിറങ്ങി അങ്ങനെ നോക്കാനായിട്ട് ഒരു പേടി, ഇനി അവർക്കും ഷോട്ട് കൊണ്ടാലോ. എന്നാൽ പുറത്തേക്ക് നോക്കുമ്പോഴാണ് നഗരത്തിൽ ഒരു മനുഷ്യനും പോലും ഇല്ല. അപ്പോഴാണ് ഷോട്ട് കൊണ്ടയാൾ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നത്. അത് കാണുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാറിലുണ്ടായിരുന്ന വർക്കർ അങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന നേരം അവരാരും സമ്മതിക്കുന്നില്ല. അതേസമയത്ത് ജോലിക്കാരൻ സത്തൂറാണെങ്കിൽ പുറത്തേക്ക് ആരെങ്കിലും വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എമർജൻസിയിലേക്ക് വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കോള് കണക്ട് ആവുന്ന പോലുമില്ല. ഇവിടെ നേരത്തെ നമ്മൾ ബാറിലൊരു താടി കണ്ടില്ലായിരുന്നോ ഫോണിൽ പാട്ടും കേട്ടോണ്ടിരുന്ന അങ്ങേര് ഇപ്പോഴാണ് പുറത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങേര് ഇപ്പോഴാണ് എഴുന്നേറ്റ് വന്ന് നോക്കുന്നത് തന്നെ. ഇതെല്ലാം കാണുന്ന പാബ്ലോ ആണെങ്കിൽ
അവരാണെങ്കിൽ ബൈബിളിൽ ഓരോ വചനങ്ങൾ പറയാൻ തുടങ്ങും. മരണപ്പെട്ടവർ അനുഗ്രഹീതർ, അവർക്ക് ദൈവത്തെ കാണാൻ പറ്റും. ഇത് കാണുന്ന നരയുള്ള അപ്പാപ്പൻ ചിലക്കാതെ നിൽക്കടോ, ഇവിടെ മൂട്ടിൽ തീയും പിടിച്ചിരിക്കുക, എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന നേരം അന്നേരം അവൻ്റെ ഒരു അനുഗ്രഹീതൻ ഇവിടെ നേരത്തെ ഷോട്ട് കൊണ്ട് അയാളെ നോക്കാനായിട്ട് ഇറങ്ങാൻ ശ്രമിച്ച വർക്കറില്ലായിരുന്നോ, അങ്ങേരിപ്പോൾ അവരാരും സംസാരിക്കുന്നൊന്നും കേൾക്കാതെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഷോട്ട് കൊണ്ട് അയാളുടെ തല നോക്കും. ബുള്ളറ്റ് ഷോട്ട് തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അങ്ങേർക്ക് മനസ്സിലാവില്ല. പെട്ടെന്നാണ് ഒരു ഷോട്ട് അങ്ങേരുടെ തലക്കുള്ള. ഇത് കാണുന്ന ബാറിലുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ തറയിൽ കിടക്കും. ഇതെന്തുകൊണ്ടാണ് അവരെ ഷൂട്ട് ചെയ്യുന്നതെന്ന് അവർക്കാർക്കും അറിയില്ലല്ലോ. ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തായാലും അവർക്കും ഷോട്ട് കൊള്ളുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഇത് ആരാണ്, എന്തിനാണ് ചെയ്യുന്നതെന്നാണ് അവർക്ക് മനസ്സിലാവാത്തത്. ഗോൾഡൻ അമ്മച്ചി പറയും ഗോൾഡൻ അമ്മച്ചിയുടെ പേര് റോസി എന്നാണ്. ഗോൾഡൻ മുടിയുള്ള അമ്മച്ചിയില്ലേ, അവർ പറയും ഇത് ഏതോ ഒരു തീവ്രവാദിയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെയൊന്നും അവർ ചെയ്യില്ല. എന്നാൽ ബാക്കിയുള്ളവർ പറയുന്നത് ഇതാര് തന്നെ ചെയ്താലും എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. എന്നാൽ ഒരാൾ നോക്കുന്ന നേരം ഫോണിൽ റേഞ്ച് പോലും കിട്ടുന്നില്ല. പുറത്തേക്ക് വിളിച്ചു നോക്കാനായിട്ട് റേഞ്ച് പോലും കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ പാബ്ലോ അവന് തോന്നുന്ന ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന നേരം അപ്പാപ്പൻ പറയും നിന്റെ വായൊന്ന് പൊട്ടറോ, കുറേ നേരമായാലോ നീ കളകളാന്ന് ഇല്ലെന്ന്. അത് കേൾക്കുന്ന പാബ്ലോക്ക് ദേഷ്യം വരും. അവനാണെങ്കിൽ വിഷമിച്ച് ഞാൻ എഴുന്നേറ്റ് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കും. ബാറിന്റെ മുതലാളി അമ്മച്ചി ചോദിക്കും പാബ്ലോ നീ എങ്ങോട്ടാ പോകുന്നത്? അതിന് അവൻ പറയും എനിക്ക് പള്ളിയിൽ ഒരു പാത്രം കൊണ്ടു കൊടുക്കാനുണ്ട്, അതെനിക്ക് ഇപ്പം തന്നെ കൊണ്ടു കൊടുക്കണം. അമ്മച്ചി പറയും പാബ്ലോ നീ അങ്ങനൊന്നും ചെയ്യല്ലേ മോനെ, നീ ഒന്ന് തിരിച്ചു വന്നിരിക്കും. ഈ പാബ്ലോ അമ്മച്ചി പറയുന്നത് മാത്രമാണ് കേൾക്കുക, അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നിരിക്കും. ഇവിടെ ഇത്രയൊക്കെ പ്രശ്നം നടന്നതുകൊണ്ട് തന്നെ ടി വിയിൽ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അവരെല്ലാവരും കൂടെ ടി വി ഓൺ ചെയ്ത് നോക്കും. എന്നാൽ ടി വിയിൽ ഇതുപോലൊരു ഷോട്ട് നടന്നതിനെക്കുറിച്ച് ഒരു ന്യൂസ് പോലും വരുന്നില്ല. ഇത് കാണുന്ന നേരം അവർക്ക് എല്ലാവർക്കും ദേഷ്യം വരും. ഇല്ലാത്ത കാര്യം വരെ ഇവർ കുത്തിപ്പൊക്കി ഒരു ന്യൂസ് ആക്കി എടുക്കും. എന്നാൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യം ഇവർക്ക് ന്യൂസ് ആക്കാനും പറ്റുന്നില്ലേ. എന്തായാലും അവർക്കൊരു കാര്യം മനസ്സിലായി, അവർ ഇനി ആരും ഇങ്ങോട്ട് രക്ഷിക്കാനായിട്ട് വരില്ല. രക്ഷിക്കാനൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലീസും പട്ടാളമൊക്കെ വരാനുള്ള സമയം എപ്പോഴേ കഴിഞ്ഞു. ഈ നേരത്ത് ഒരാൾ പറയും എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ഇത് വല്ല മോഷണമാണെങ്കിലോ നടക്കുന്നത്. ഇത് കേൾക്കുന്ന പാബ്ലോ അപ്പോഴേക്ക് അവിടെ മൂത്രമൊഴിച്ചു. അവൻ ഇത് കേട്ട് പേടിച്ചിട്ടാണോ എന്നറിയില്ല, അവൻ അവിടെ മൂത്രമൊഴിക്കും. അങ്ങനെ അവരെല്ലാവരും കൂടെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ റോസി അമ്മൂമ്മ പുറത്തേക്ക് നോക്കിയിട്ട് ഞെട്ടുന്നത്. പുറത്തെന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്. അമ്മച്ചി പെട്ടെന്ന് തന്നെ എല്ലാവരെയും വിളിച്ച് പുറത്തേക്ക് നോക്കാനായിട്ട് പറയും. പുറത്തേക്ക് നോക്കുമ്പോഴല്ലേ ആ മരിച്ചു കിടക്കുന്ന 2 ബോഡികളും ഇപ്പം അവിടെ ഇല്ല. ആ ബോഡി മാത്രമല്ല, ബോഡിയിൽ നിന്ന് വന്ന രക്തം പോലും അവിടെ കാണുന്നില്ല. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഈ ബോഡിയും രക്തവും ഇവിടുന്ന് പോവുക. എന്തായാലും ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന നേരം ഇനി വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് അവരെല്ലാവരും ഓരോ മൂലക്ക് പോയിരിക്കും. അന്നേരം എലോണ പറയും എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാഞ്ഞിട്ടാ, ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള ഒരു ബാറിലേക്കൊന്നും വരില്ലായിരുന്നു. ഇത് കേൾക്കുന്ന ബാറിൻ്റെ അമ്മച്ചി ചോദിക്കും നീ എന്താ ഇപ്പോൾ പറഞ്ഞേ? ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. അമ്മച്ചിയാണെങ്കിൽ അന്നേരം പാബ്ലോയുടെ മൂത്രം തുടച്ചോണ്ട് നിൽക്കായിരുന്നു. ആ മോപ്പെടുത്ത് അവളുടെ മോന്തയിലേക്ക് വെച്ചു കൊടുത്ത് ഡി ചീള് വേണ്ട, നീ വിചാരിക്കുന്ന പോലെയുള്ള ഒരു പൊട്ട ബാറല്ലേ ഇത് എൻ്റെ ബാറാണ്, ഇതിന് 15 വർഷത്തെ പഴക്കണ്ട് ഇവിടെ. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് ആ മോപ്പ് തെറിപ്പിച്ചു കൊടുക്കും. ആ മൂത്രമെല്ലാം അവളുടെ മേലെയാകും. അന്നേരമാണ് ബാറിലെ ജോലിക്കാരൻ സത്തൂർ പറയാ ഇതൊരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ഇതൊരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു സ്വപ്നത്തിലാണെങ്കിലോ, നമ്മൾ കാണുന്നതെല്ലാം സ്വപ്നമാണെങ്കിലോ, അപ്പോഴേക്ക് ആളുകളെല്ലാം അവൻ്റെ ചുറ്റും കൂടി നീ എന്തൊക്കെയാണോ മണ്ട പറയുന്നതെന്ന് ചോദിക്കും. സത്തൂർ പറയും ചിലപ്പോൾ ഗവൺമെൻറ് നമ്മൾ വെച്ച് എന്തോ ഒരു പരീക്ഷണം ചെയ്ത് നോക്കുമായിരിക്കുമോ, ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറാമെന്ന് മനസ്സിലാവാനായിട്ട് പെട്ടെന്ന് അമ്മച്ചി വന്ന് അവൻ്റെ മോന്തയ്ക്കിട്ട് ഒരൊറ്റ അടിയാണ്. നിങ്ങൾ എന്നെ എന്തിനാണ് അടിച്ചതെന്ന് ചോദിക്കുന്ന നേരം റോസി അമ്മച്ചി പറയും നീ സ്വപ്നത്തിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി അടിച്ചാന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ അല്ലേ മോനെ? ഇപ്പം സത്തൂർ പറഞ്ഞൊക്കെ നടക്കാൻ സാധ്യതയില്ലാത്ത കാരണങ്ങളാണ്, എന്തേലും നടക്കാൻ സാധ്യതയുള്ള കാരണങ്ങളാണ് അവരെല്ലാവരും ഇപ്പം ചിന്തിച്ചു നോക്കുന്നത്. എന്തേലും ഒരു കാരണം ഉണ്ടാവില്ല ഇതിനെല്ലാം. അന്നേരം മെലോണ പറയും ചിലപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിലോ, എന്നാൽ അതും ആർക്കും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ അന്നേരത്തുണ്ട് നമ്മുടെ താടിക്കാരൻ എലോണയുടെ തോളി വന്ന് കൈയിടുന്നു. അവനിത് എന്തിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ അവൻ എലോണയോട് ചെറിയൊരു ചാഴ്വുണ്ട്, അതുകൊണ്ടാണ് അവളുടെ തോളി വന്നൊക്കെ കൈയിടുന്നത്. എന്നാൽ അപ്പാപ്പൻ പറയും എൻ്റെ അഭിപ്രായത്തിൽ ഈ ബാറിൽ ഒരു തീവ്രവാദിയുണ്ട്, ആ തീവ്രവാദിയെ കൊല്ലാനാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ തീവ്രവാദിയെ കൊല്ലാനായിട്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന നേരം അങ്ങനെ പറയും തീവ്രവാദി അവരുടെ മേലെയെല്ലാം ബോംബ് വെച്ച് പുറത്തേക്ക് ഓടിയെന്നാണോ എന്ന് വിചാരിച്ചാണെങ്കിലും അവർ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ തീവ്രവാദി എന്ന് പറയുമ്പോൾ തന്നെ താടിക്കാരൻ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. കാരണം ഈ കൂട്ടത്തിൽ അവന് മാത്രമാണ് താടിയുള്ളത്. സാധാരണ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞാൽ താടിയുള്ള ആളുകളായിരിക്കുമല്ലോ. അവനാണെങ്കിൽ അവരെ എല്ലാവരെയും പാസ് ചെയ്ത് വന്ന് അവൻ ഇരുന്ന സീറ്റിന് താഴെയായിട്ട് അവനൊരു ബാഗ് വെച്ചിരുന്നു. ആ ബാഗ് മെല്ലെ മെല്ലെ തട്ടി ഒളിപ്പിച്ച് വെക്കുകയാണ്. അതിലെന്താ ഉള്ളതെന്നറിയില്ല, പക്ഷെ അവൻ ആ ബാഗ് ഒളിപ്പിച്ച് വെക്കുന്ന അപ്പാപ്പൻ കാണുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നീ എന്താണോ ഒളിപ്പിച്ച് വെക്കുന്നതെന്ന് ചോദിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന നേരം അവനാണെങ്കിൽ അത് നോക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. എന്നാൽ തൊട്ടു പിന്നാലെ സത്തൂർ ഓടി വന്ന ആ ബാഗ് എടുക്കും. അവനത് ഓപ്പൺ ചെയ്യാനായിട്ട് പേടിയാണ്, അതിൽ ബോംബാണെങ്കിൽ പൊട്ടിത്തെറിക്കില്ലേ, നീ എന്തേലും ഒന്ന് കാണിക്കടോ എന്ന് പറയുന്ന നേരം ഹെലോട് പറയുന്നുണ്ട് അതിൽ ബോംബൊന്നുമില്ല, എന്നെ വിശ്വസിച്ചാൽ മതി, നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ച് അമ്മച്ചി പെട്ടെന്ന് തന്നെ വന്ന് ആ ബാഗ് തുറക്കും. അതിൽ നിന്ന് കുറച്ച് ഡ്രസ്സും പിന്നെ ഒരു ഹാർഡ് ഡ്രൈവ് ആണ് വീഴുന്നത്. എന്നാൽ ഈ ഹാർഡ് ഡ്രൈവ് എന്താണെന്ന് അവർക്ക് ആർക്കും അറിയില്ലല്ലോ. അത് ചിലപ്പോൾ ബോംബായിരിക്കും എന്ന് പറയുന്ന നേരം ഹെലോട് വന്ന് അത് ചവിട്ടിക്കൂട്ടി പൊട്ടിച്ച് കാണിച്ചു കൊടുക്കും. ഇതിലൊന്നും ഇല്ലടോ. എന്നാൽ അപ്പോഴാണ് താടി പറയാ ഞാനൊരു പരസ്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, ആ ഹാർഡ് ഡ്രൈവിൽ മുഴുവനും പരസ്യങ്ങളാണ്, നിങ്ങൾ അതാണ് ഇപ്പോൾ പൊട്ടിച്ചില്ലാതാക്കിയത്. ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ബാഗ് തുറന്നു നോക്കിയില്ലേ, ഈ അപ്പാപ്പൻ്റെ പെട്ടി എന്താ നിങ്ങൾ ആരും തുറന്നു നോക്കാത്തേ? എന്നാൽ അപ്പാപ്പൻ്റെ കയ്യിലൊരു പെട്ടി ഉണ്ടായിരുന്നു, അത് ഇതുവരെ ആരും തുറന്നു
തുറന്നു നോക്കിയിട്ടില്ല. അപ്പാപ്പൻ പറയും, നിങ്ങൾ ആരും അത് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല, അത് തുറന്നാൽ നിങ്ങൾ എല്ലാവരും തീരും. എന്നാൽ പെട്ടെന്ന് തന്നെ അമ്മച്ചി വന്ന് അത് കയ്യിലാക്കും. എന്നാൽ അമ്മച്ചി കയ്യിലാക്കിയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പാബ്ലോ ഓടി വന്ന് അതെടുത്ത് പുറത്തേക്ക് ഓടുകയാണ്. എന്നാൽ ചില്ലിൻ്റെ അടുത്ത് എത്തുന്ന നേരം അവൻ തിരിഞ്ഞിരിക്കും. അപ്പോഴേക്കും എല്ലാവരും, പാബ്ലോ നീ അതൊന്ന് തിരികെ തന്നെ, നീ ഒന്നും ചെയ്യല്ലേ എന്ന് പറയും. എന്നാൽ അവൻ അതുകൊണ്ട് പാട്ട് പാടിയിട്ട് അവരെല്ലാവരെയും പേടിപ്പിക്കുകയാണ്. എന്നിട്ട് അവൻ തുറക്കാൻ നോക്കുന്ന നേരം അപ്പാപ്പൻ വിളിച്ചു പറയുന്നുണ്ട്, മോനെ അത് തുറക്കല്ലേ, അത് തുറന്നാൽ നീയൊന്നും ഇവിടെ ജീവനോടെ ഉണ്ടാവില്ല. എന്നാൽ അപ്പോഴേക്കും അവൻ തുറന്നു. എന്നാൽ അതിലുണ്ടായിരുന്നത് സ്ത്രീകളുടെ ഇന്നർ വേഴ്സ് ആണ്. സത്യം പറഞ്ഞാൽ ഈ അപ്പാപ്പൻ ഇന്നർ വേഴ്സ് കച്ചവടം ചെയ്യുന്ന ആളാണ്. അതാർക്കും മനസ്സിലാവാതിരിക്കാനാണ് അങ്ങനെ തുറക്കല്ലേ തുറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും പേടിയെല്ലാം മാറി. ആരുടെ കയ്യിലും ഒന്നുമില്ലാന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ കുറച്ചെങ്കിലും സമാധാനത്തിൽ നിൽക്കുമ്പോഴാണ് വാഷ്റൂമിനിട്ട് ആരോ മുട്ടുന്നത്. ഇതാരാന്നവർ ചിന്തിക്കുമ്പോഴാണ് അവർക്ക് ഓർമ്മ വരിക, നേരത്തെ ഒരു മനുഷ്യൻ ചുമച്ചോണ്ട് വാഷ്റൂമിലേക്ക് ചെന്ന് കയറിയില്ലായിരുന്നു, അങ്ങേരാണ് കിടന്ന് മുട്ടുന്നത്. അവരെല്ലാവരും പെട്ടെന്ന് തന്നെ ചെന്ന് തുറക്കാൻ നോക്കെങ്കിലും അവർക്കാർക്കും പറ്റുന്നില്ല. അകത്തുള്ള ആളാണെങ്കിൽ തുറന്നു കൊടുക്കുന്നില്ല. എന്നാൽ നരയുള്ള അപ്പാപ്പന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങേര് ഷൂട്ട് ചെയ്ത് തുറക്കും. അകത്താ മനുഷ്യൻ ക്ലോസറ്റിലേക്ക് തലയിട്ട് ബോധം പോയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങേരുടെ തൊട്ടടുത്താണെങ്കിൽ ഒരു സിറിഞ്ച് കൂടെ കാണുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും മനസ്സിലായി അങ്ങേരെന്തോ മരുന്നടിച്ച് കിടക്കാണെന്ന്. അമ്മച്ചി പറയും, ഇങ്ങനെയുള്ള ഭ്രാന്തന്മാർക്കൊക്കെ വീട്ടിൽ പോയിട്ട് ഉപയോഗിച്ചാൽ പോരെ, എന്തിനാണ് എൻ്റെ കടയിൽ വന്ന് എന്നെ കൂടെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നിൽക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഒരു സംശയം, ഈ നരയുള്ള അപ്പാപ്പന്റെ കയ്യിൽ എങ്ങനെയാണ് ഗണ്ണ് വന്നതെന്ന്. എന്നാൽ അമ്മച്ചി പറഞ്ഞു കൊടുക്കും, അവൻ ആദ്യം ഒരു പോലീസ് ആയിരുന്നു, എന്നാൽ ഇപ്പം റിട്ടയർ ആണ്. അപ്പോഴാണ് അവരെ രക്ഷിക്കാനായിട്ട് ഒരു വണ്ടി പുറത്തേക്ക് വരുന്നത്. അവരെല്ലാവരും കൂടെ ഡോറിനടുത്തേക്ക് ഓടിച്ചെല്ലും. പുറത്തേക്ക് ഇറങ്ങില്ല, ഡോറിനടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നാൽ രക്ഷിക്കാൻ വന്നു എന്ന് അവർ വിചാരിച്ച ആളുകൾ വണ്ടിയിൽ നിന്നും കുറെ ടയറുകളെല്ലാം മുന്നിലിട്ട് അവരുടെ ബാറിന്റെ മുന്നിലിട്ട് അതെല്ലാം കത്തിക്കുകയാണ്. ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അവരെല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ വന്ന ആളുകൾ അവരെ ഒന്നും മെയിൻറ്റ് പോലും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമ്മളെ അവർ കാണുന്നില്ലേ എന്നൊക്കെ അവർക്ക് സംശയം. പക്ഷെ അവർ മെയിൻറ്റ് പോലും ചെയ്യുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി അവിടുന്ന് പോകും. അതേസമയം അവർ ന്യൂസിൽ നോക്കുന്ന നേരം ന്യൂസിൽ കാണുന്നത് സിറ്റിയിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി, അതിൽ 2 പേര് മരിച്ചു എന്നാണ്. അവരിപ്പോൾ കണ്ടതാണ് 2 പേര് ഷോട്ട് കൊണ്ട് മരിക്കുന്നത്. എന്നാൽ ന്യൂസിൽ ഇതെല്ലാം നേരെ തിരിച്ചാണ് വരുന്നത്. അപ്പോഴാണ് നേരത്തെ വാഷ്റൂമിൽ കിടന്നിരുന്ന മനുഷ്യല്ലായിരുന്നോ അങ്ങേര് മെല്ലെ എഴുന്നേറ്റ് അവരുടെ പിന്നിലേക്ക് വരുന്നത്. എന്നുള്ള മുരൾച്ച കേട്ട് അവരെല്ലാവരും തിരിഞ്ഞു നോക്കുന്ന നേരം കണ്ണിൽ കൃഷ്ണമണി ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നതാണ് കാണുക. ഇതിപ്പോൾ ഇങ്ങേർക്ക് എന്താണ് സംഭവിച്ചത്, ഇങ്ങേര് നമ്മളെന്തെങ്കിലും ചെയ്യുമെന്നല്ല അവർ പേടിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങേര് പെട്ടെന്ന് തന്നെ മരിച്ച് താഴെ വീഴുക. മരിച്ചോന്നറിയില്ല, അങ്ങേര് താഴെ വീണു. അവർ ഓടിക്കൂടുന്ന നേരം അങ്ങേര് പറയുന്നുണ്ട്, എന്നെ തൊടല്ലേ എന്ന്. എന്നാൽ അവർക്ക് അങ്ങേര് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് അങ്ങേര് ചോരയെല്ലാം തുപ്പിയിട്ട് മരിച്ചു. എന്നാൽ തൊട്ടടുത്തായിട്ട് അങ്ങേരുടെ ഒരു ഫോൺ കിടപ്പുണ്ട്. ആ ഫോൺ എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഇങ്ങനെ ഒരു പട്ടാളക്കാരനാണ്. അങ്ങേരുടെ ഫോട്ടോയും ഗാലറിയും ഒക്കെ നോക്കുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുന്നത്. എന്നാൽ ഗാലറിയിൽ വേറെ ആഫ്രിക്കയിൽ വെച്ചെടുത്ത കുറേ ഫോട്ടോസ് കിടക്കുന്നുണ്ട്. അതിൽ കുറേ ആളുകൾ മാസ്ക് എല്ലാം ഇട്ട് അങ്ങനെ നിൽക്കുന്നതും കാണുന്നുണ്ട്. ഇത് കാണുന്ന താടി പറയും, ഇതൊരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ഇത് വൈറസ് ആണ്, ഇങ്ങർക്ക് ബാധിച്ചിരിക്കുന്ന വൈറസ് ആണ്. അന്നേരം അപ്പാപ്പൻ പറയും, ഇപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി വ്യക്തമായത്, ഇത് വെറും വൈറസ് അല്ല, എബോള വൈറസ് ആണ്. ഇത് പുറത്തേക്ക് പടരാതിരിക്കാനാണ് നമ്മളെല്ലാവരും അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഏറെക്കുറെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് താടിയും അപ്പാപ്പനും മനസ്സിലാക്കി. എന്നിരുന്നാലും ബാക്കിയുള്ളവരാരും അത് വിശ്വസിക്കുന്നില്ല. ഇതൊരു വൈറസ് ആണെന്നുള്ള കാര്യം ബാക്കിയുള്ളവരാരും വിശ്വസിക്കുന്നില്ല. എന്നാലാണെങ്കിൽ ആകെ കൂടെ വിശ്വസിക്കാൻ പറ്റിയൊരു കാര്യം ഇത് മാത്രമാണ്. എന്തായാലും എല്ലാവർക്കും മനസ്സിലായി എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ ഇപ്പോൾ കുറേ സമയം കഴിഞ്ഞു. അവരെല്ലാവരും എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഓരോരുത്തരും ഓരോരുടെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പാബ്ലോ മരിച്ച ആളുടെ ബോഡിയിൽ പൂക്കളെല്ലാം വെച്ച് അലങ്കാരപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താടിയും മെലോണയാണെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. റോസി അമ്മാമയാണെങ്കിൽ അവരുടെ ചൂതുകളി അതിപ്പോൾ തുടങ്ങി. ഇതിൽ വിജയിച്ചാൽ അതിൻ്റെ കാശ് വെച്ച് അവരെന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. എന്നിരുന്നാലും അങ്ങനെ കളിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. സത്തൂറാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഇവിടെ എലോണയും താടിയും ആണെങ്കിൽ കുറേ സമയത്തിന് ശേഷം ഇപ്പോഴാണൊന്ന് പരിചയപ്പെടുന്നത്. താടി എങ്ങനെ പറയും, ഞാൻ വലിയൊരു പരസ്യ കമ്പനിക്ക് ഇതുപോലെ പരസ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാണ്. അങ്ങനെ സംസാരിച്ച് അവൻ്റെ സംസാരത്തിൽ ഈ നാട്ടിലെ പരസ്യങ്ങളെല്ലാം അവൻ ചെയ്താണ്. നാട്ടിൽ അവൾ ഏത് പരസ്യം പറഞ്ഞാലും അതെല്ലാം അവൻ ചെയ്ത പരസ്യമായിരിക്കും. അതേസമയത്ത് ഇവിടെ നരയുള്ള പോലീസ് അപ്പാപ്പനും സാധാ അപ്പാപ്പനും സംസാരിച്ച് വലിയ കൂട്ടുകാരായി. അവർ പൈസ എല്ലാം ഷെയർ ഇട്ടുകൊണ്ട് അവിടുന്ന് മദ്യമെല്ലാം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് താടിയും മെലോണയും കൂടെ പട്ടാളക്കാരൻ്റെ ഫോണിൽ എന്തെങ്കിലും റേഞ്ച് കിട്ടുമെന്ന് അറിയാനായിട്ട് അതും പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്. എന്നാൽ കുറച്ചൊന്നും നടക്കുമ്പോഴേക്ക് അതിൽ റേഞ്ച് കിട്ടി. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് വട്ടം കൂടും. ഇനി പോലീസിലേക്കോ ന്യൂസിലേക്കോ വിളിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ താടി അവൻ്റെ പരസ്യ കമ്പനിയിലെ ഏതോ ഒരു ലേഡിയാണ് വിളിക്കുന്നത്. ഫോൺ എടുക്കില്ല എന്ന് വിചാരിച്ചാണ് വിളിക്കുക. എന്നാൽ അവൾ ഫോൺ എടുത്തു. അവളോട് കാര്യം പറയും, ഇതുപോലെ നഗരത്തിൽ തീ പിടിച്ചായിട്ട് നീ കേട്ടിട്ടില്ലേ, അത് തീ പിടിച്ചൊന്നുമല്ല, ഇവിടെ ആളുകളെല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ ഇങ്ങനെ സംസാരിക്കുന്നത് സത്തൂറിന് തീരെ ഇഷ്ടാവില്ല. അവൻ പെട്ടെന്ന് തന്നെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട്, ഇവിടെ ഞങ്ങളെല്ലാവരും ചത്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരാൻ നോക്ക്. അപ്പോഴേക്ക് ഫോൺ പിടിച്ചു പറിച്ച് താടി വാങ്ങും. ചെവിയിൽ വെച്ച് നോക്കുന്ന നേരം അവൾ കോള് കട്ട് ചെയ്തു. എന്നാൽ സത്തൂർ പറയും, എനിക്ക് എൻ്റെ ഭാര്യയെ വിളിക്കണം, ഫോണിങ് താടോ. എന്നാൽ ഫോൺ കൊടുക്കില്ല. അവർ രണ്ടുപേരും കൂടെ അടിയായിട്ട് അവിടെയുള്ള മേശയും പൊളിഞ്ഞ് താഴെ വീഴും. എന്നാൽ അതിൻ്റെ ഇടയിൽ പിന്നിലേക്ക് വീഴുന്ന അമ്മച്ചി ചൂത് കളിക്കുന്ന മെഷീൻ ഒരു തട്ട് ഇട്ടുന്ന നേരം അതിൽ അമ്മച്ചി വിജയിച്ചു. ഇപ്പോഴാണ് അമ്മച്ചി വിജയിക്കുന്നത്. അതിൽ നിന്ന് എത്രയോ കാശ് താഴേക്ക് വീഴുന്നുണ്ട്. എന്നാൽ ഇത് കിട്ടിയിട്ടൊന്നും കാര്യമില്ല എന്ന് അമ്മച്ചിക്ക് തന്നെ അറിയാം. എന്നാൽ പാബ്ലോക്ക്
അവർക്കൊന്നും അറിയില്ലല്ലോ, അവൻ ആ കാശുകളെല്ലാം വാരിയിട്ട് കവറിലായിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വെച്ച് അവൻ എന്ത് ചെയ്യാൻ പോവാന്ന് അറിയില്ല. ഇവിടെ പോലീസ് അപ്പാപ്പൻ ആ ഫോണിങ്ങതാ, ഞാൻ ആരെയും വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങാൻ കൈ നീട്ടും നേരം ബാറിലെ അമ്മച്ചി പറയും ആ ഫോണിൽ തൊടണ്ട, അതിൽ വൈറസ് ഉണ്ടാവും. പെട്ടെന്ന് തന്നെ അങ്ങനെ കൈമാറ്റും. ഹെലോണ പറയും ഇവിടെ വൈറസ് ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരുടെ മേലും വൈറസ് ആയിട്ടുണ്ട്, ഈ ഫോണിൽ കൂടെ മാത്രമൊന്നുമല്ല വൈറസ് പടരുക. എന്നാൽ അമ്മച്ചിയും പോലീസുകാരനും അപ്പാപ്പനും അതൊന്നും വിശ്വസിക്കില്ല. അവർ ദൂരേക്ക് മാറി നിൽക്കാണ്, അവരെ തൊടാതെ ദൂരേക്ക് മാറി നിൽക്കാണ്. കുറച്ചുകൂടെ സേഫ്റ്റിക്കായിട്ട് അവർ ഗണ്ണെടുത്ത് എല്ലാവരുടെ നേരെയും ചൂണ്ടും. എന്നിട്ട് അവരെല്ലാവരെയും ഒരു മൂലക്കാക്കിയിട്ട് അമ്മൂമ്മയും അപ്പാപ്പനും പോലീസ് അപ്പാപ്പനും കൂടെ ഒരുമിച്ചൊരു സ്ഥലത്ത് നിൽക്കും. ഇപ്പോഴവരുടെ ടീം, ബാക്കിയുള്ളവർ എതിർ ടീം. ഹെലോണ പറയും ഞങ്ങൾ ഇങ്ങനെ മാറ്റി നിർത്തല്ലേ, ഈ സമയത്ത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്നാൽ അമ്മച്ചി പറയും എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിലും ഇത് തന്നെ ചെയ്യൂ. അമ്മച്ചി സത്തൂറിനോട് പറയും എല്ലാവരെയും കൂട്ടിയിട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് ചെല്ല്, സ്റ്റോറേജ് റൂമിലേക്ക് ചെല്ല്. എന്നാൽ സത്തൂർ പറയും നിങ്ങൾ എന്നോടും അങ്ങനെ ചെയ്യാണോ, ഞാൻ 15 വർഷമായി നിങ്ങൾക്കായി ജോലി ചെയ്യുന്നു, എന്നിട്ടും നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണുകയാണോ. എന്നാൽ അമ്മച്ചി പറയും സത്തൂർ എന്നോടൊന്നും വിചാരിക്കരുത്, എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ. പെട്ടെന്ന് തന്നെ താടി പട്ടാളക്കാരൻ്റെ ഫോൺ ടേബിളിൽ കൊണ്ടുപോയി വെക്കും. അന്നേരം അമ്മച്ചി പറയും സത്തൂറെ എന്നാൽ പിന്നെ എല്ലാവരെയും ആയിട്ട് താഴേക്ക് ഇറങ്ങിക്കോ, ആ ബോഡി കൂടി എടുത്തോ പോകുന്നേരം. ഗണ്ണ് അവരുടെ കയ്യിലായതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെല്ലാവരും വേറൊരു വഴിയുമില്ലാതെ അണ്ടർഗ്രൗണ്ടും തുറന്നിട്ട് ആ ബോഡിയായിട്ട് നേരെ താഴേക്ക് മെല്ലെ ഇറങ്ങും. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് പാബ്ലോ ആണെങ്കിൽ ഞാൻ താഴേക്ക് ഇറങ്ങില്ല, നിങ്ങളെല്ലാവരെയും കൊന്നിട്ടാ താഴേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന നേരം അമ്മച്ചി അവനായിട്ടൊരു മദ്യം കൊടുക്കും. അവൻ പറയും എനിക്ക് കുറച്ചുകൂടെ വലുത് വേണം. അമ്മച്ചി കുറച്ചുകൂടെ വലിയ മദ്യം കൊടുത്തിട്ട് എന്നാൽ എൻ്റെ മുമ്പ് എല്ലാം താഴേക്ക് ഇറങ്ങിക്കോ എന്ന് പറയും. അത് കേൾക്കുന്ന നേരം അവൻ ആ മദ്യമായിട്ട് താഴേക്ക് ഓടി ഇറങ്ങും. അവസാനമായിട്ട് എലോണയാണ് ഇറങ്ങുന്നത്. അവളാണെങ്കിൽ അവരുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ദയ ഉണ്ടാവുമോ എന്നറിയാനായിട്ട് ഇറങ്ങുന്നവരെ നോക്കുന്നുണ്ട്. എന്നാൽ അവരുടെ മുഖത്തിന് ഒരു മാറ്റമില്ല. അങ്ങനെ അവൾ ഇറങ്ങി ഡോർ ക്ലോസ് ചെയ്തു. അങ്ങനെ താഴെ അവരെല്ലാവരും കൂടെ വട്ടം കൂടി ഇരിക്കുന്ന നേരം എല്ലാവരുടെയും ടെൻഷൻ മാറാനായിട്ട് എലോണ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കഥകൾ പറയും. അതിന്റെ പിന്നാലെ തന്നെ അമ്മച്ചിയും സത്തൂറും എല്ലാവരും ഓരോ കഥകൾ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും പരസ്പരം യാതൊരു ബന്ധവുമില്ല. പാബ്ലോ പറയും കുറേ കാലത്തിന് ശേഷം ഞാൻ പള്ളിയുടെ മുന്നിൽ നിന്നും പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന നേരം എൻ്റെ മക്കളെ രണ്ടുപേരെ ഞാൻ കണ്ടു. രണ്ടെണ്ണവും കാശ് തരുമെന്ന് വിചാരിച്ച് ഞാൻ പാത്രം കാണിച്ചപ്പോൾ തന്തയില്ലാത്ത രണ്ടെണ്ണവും എന്നെ മെയിൻ പോലും ചെയ്തില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ കരയും. അന്നേരം മേത്തൽ അമ്മച്ചിയും ടീമും എന്തൊക്കെയോ ചെയ്യുന്ന ശബ്ദം കേൾക്കും. ഇത് കേൾക്കുന്ന സത്തൂർ പറയും അവർ പോലീസിനെ വിളിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്, നമുക്കും എങ്ങനെയും രക്ഷപ്പെടണ്ടേ. അന്നേരമാണ് റോസി അമ്മച്ചിക്ക് ശ്വാസം മുട്ട്. ഈ അടഞ്ഞു കിടക്കുന്ന റൂമിലല്ല ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ എനിക്ക് ശ്വാസം കിട്ടണമെന്ന് പറഞ്ഞ് ഡോറിനടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നാൽ അവർ ഡോർ തുറക്കില്ലല്ലോ, ഡോറിനിട്ട് മുട്ടും, എന്നാലും അവർ തുറക്കില്ല. പിന്നാലെ ചെല്ലുന്ന സത്തൂർ അതിലൊന്നും ഒരു കാര്യമില്ലാന്ന് വിളിച്ച് പറയുന്നുണ്ട്. എന്നിരുന്നാലും അമ്മച്ചി ആർത്ത് വിളിച്ച് മുട്ടുന്നതിൻ്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പെട്ടി, വെള്ളത്തിന്റെ വലിയൊരു പെട്ടി താഴെ തള്ളിയിടും. അതെന്ത് വെള്ളാന്നറിയില്ല. എന്നിരുന്നാലും താഴെ വീണ് കുപ്പി പൊട്ടിയപ്പോൾ അതിലുള്ള വെള്ളങ്ങളൊന്നും തറയിൽ കാണുന്നില്ല. അത് കാണുന്ന താടി ചോദിക്കും ഇതെന്താ വെള്ളമൊന്നും ഇവിടെ കാണാത്തെ. അന്നേരം സത്തൂർ അവിടെയുള്ള ചട്ടകളെല്ലാം മാറ്റിയിട്ട് താഴെയായിട്ട് ഒരു ഹോള് കാണിച്ചു കൊടുക്കും. അതെന്ത് ഹോളാന്ന് വെച്ചാൽ താഴെ ഡ്രെയിനേജിലേക്ക് പോകുന്നൊരു ഹോളാണ്. പണ്ടുകാലത്ത് ഇവിടെ സിറ്റിയിൽ മഴ പെയ്യുന്നേരം വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു. അതിൽ നിന്ന് വരുന്ന വെള്ളം കടയിൽ നിന്നും പോവാനായി ഡ്രെയിനേജിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹോളാണിത്. എന്നാൽ അതിൽ നിന്ന് വരുന്ന വാട്ടവെള്ളത്തിന്റെ സ്മെൽ അവർക്ക് സഹിക്കാൻ പോലും പറ്റില്ല. എന്നാൽ അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ വഴി മാത്രമാണ് ഉള്ളത്. അത് കാണുന്ന പാബ്ലോ പിന്നെ ഒന്നും നോക്കില്ല, അവനിട്ട ഡ്രസ്സുകളെല്ലാം വലിച്ചു ഊരാണ്. അതെല്ലാം ഊരി മാറ്റും നേരം അതിലും ഡ്രെയിനേജിൽ നിന്ന് വരുന്ന വെള്ളത്തിനേക്കാളും പെരുത്ത മണമാണ് അവന്റെ ഡ്രസ്സിന്. അവൻ താഴെയുള്ള ഓയിലെടുത്ത് അവന്റെ തലയിൽ ഒഴിക്കും. അവൻ എങ്ങനെയും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി. ഇത് കാണുന്ന സത്തോറും അവന്റെ തലയിലെല്ലാം എണ്ണ ഒഴിച്ച് തേച്ച് കൊടുക്കും, തേച്ച് പിടിപ്പിച്ചു കൊടുക്കും. അവൻ ഇറങ്ങാനായിട്ട് അവന് സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ പാബ്ലോ അതിലേക്ക് മെല്ലെ ഇറങ്ങുന്ന നേരം എലോണ പറയുന്നുണ്ട് അങ്ങേരുടെ ബോഡിയൊന്നും അതിലിറങ്ങില്ല. എന്നാൽ അതൊന്നും കേൾക്കാതെയാണ് പാബ്ലോ അതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവൾ പറഞ്ഞ പോലെ പാബ്ലോയുടെ ബോഡി പകുതിക്ക് അങ്ങോട്ട് പിന്നെ പോകുന്നില്ല, അരയ്ക്ക് താഴോട്ട് പോകുന്നില്ല. എന്നെ ഒന്ന് പിടിച്ചമർത്തൂ എന്നവൻ പറയുന്ന നേരം താടിയും സത്തോറും കൂടെ അവനെ പിടിച്ചമർത്തി കൊടുക്കും. അവസാനം താടി അവന് പിടിച്ച് 4 ചവിട്ടുകൂടെ കൊടുക്കുന്ന നേരം അവന്റെ നെഞ്ച് വരെ വെള്ളത്തിലേക്ക് ഇറങ്ങും. വെള്ളത്തിലേക്കല്ല, ഹോളിലേക്ക് ഇറങ്ങും. പെട്ടെന്നാണ് മേലെ നിന്ന് ഗണ്ണ് പൊട്ടുന്ന ശബ്ദം. അവരെല്ലാവരും പേടിക്കും. അതിപ്പോൾ നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നൊന്നും നിൽക്കുന്നില്ല. എത്രയോ ഗണ്ണ് പൊട്ടുന്ന ശബ്ദം കേൾക്കും. പെട്ടെന്ന് തന്നെ സത്തൂർ കയറി ചെന്ന് ആ ഡോറിന്റെ വിടവിൽ കൂടെ പുറത്തേക്ക് നോക്കും. അന്നേരം അവൻ പറയും പുറത്തുനിന്ന് പോലീസുകാർ വന്ന് അവരെ എല്ലാവരെയും കൊന്നു കഴിഞ്ഞു. അമ്മച്ചിയും ടീമും വൈറസിനെ പേടിച്ച് ഇവർക്കിട്ടൊരു പണി കൊടുത്തായിരുന്നു. എന്നാൽ അവരാണ് ശരിക്കും അതിൽ പെട്ടുപോയത്. അവരെല്ലാവരും ഇപ്പം മരിച്ചു. കുറച്ച് കഴിയുന്നേരം വേറെ എന്തൊക്കെയോ ഒരു ശബ്ദം കേൾക്കും. എന്തൊക്കെയോ മിസൈലൊക്കെ പോകുന്ന പോലെയുള്ള ശബ്ദം. പെട്ടെന്നാണ് അവരുടെ ഡോറിനടിയിലൂടെ മെല്ലെ പുകയെല്ലാം താഴേക്ക് വരുന്നത്. അത് കാണുമ്പോഴാണ് മനസ്സിലാവുക പോലീസുകാർ മേലെയെല്ലാം തീയിട്ടോണ്ട് നിൽക്കുകയാണ്. അവർ മേലെ തീയിടുന്നോണ്ട് തന്നെ താഴേക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. അവർക്കാർക്കും ശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി എന്തേലും വായു കിട്ടണമെങ്കിൽ ആ ഹോളിൽ നിന്നും പാബ്ലോയെ വലിച്ചെടുക്കണം. എന്നാൽ ആ ഡ്രെയിനേജിലെ വായു എങ്കിലും കിട്ടും. അവർ തിരിച്ചു വന്ന് പാബ്ലോയെ വലിച്ചു ഊരാനായിട്ട് നോക്കും. എന്നാൽ അവർക്കൊണ്ട് പറ്റുന്നില്ല. അവസാനം മെലോണയും കൂടി ചേർന്നാണ് അവനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അപ്പോഴേക്ക് അമ്മച്ചിക്ക് പുറത്തിറങ്ങണമെന്നും പറഞ്ഞ് റോസി അമ്മച്ചിക്ക് പുറത്തിറങ്ങണമെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ആ ഡോറിനിട്ട് കൈ വെക്കും. മേലെ തീയിട്ടത് കൊണ്ട് ഡോറാണെങ്കിൽ ചൂടായിട്ട് കിടക്കായിരുന്നു. കൈ പൊള്ളിയിട്ട് അമ്മച്ചി താഴേക്ക് മറിഞ്ഞു വീഴും. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അവരെല്ലാവരും കൂടെ വെളിച്ചെണ്ണയും തുണിയും എല്ലാം വെച്ചിട്ട് കൈ കെട്ടിക്കൊടുക്കും. ഇപ്പോഴാണെങ്കിൽ മേലെ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഇതെല്ലാം അവസാനിച്ചോന്നറിയാനായിട്ട് താടി മെല്ലെ വന്ന് ഡോറ് തുറന്നു നോക്കുന്നേരം മേലെ എല്ലാം കത്തി ചാമ്പലായിട്ടാണ് കിടക്കുന്നത്. പുറത്തേക്ക് നോക്കുന്നേരം പോലീസുകാർ ബാർ അടച്ചിട്ട് അത് സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് അവർക്ക് ഇപ്പോൾ അകത്തേക്ക്
പുറത്തേക്ക് കാണാൻ പറ്റില്ല, എന്നാൽ അവർക്ക് അകത്തിന്ന് പുറത്തേക്ക് കാണാൻ പറ്റും. താടി നോക്കുന്നേരം നരയുള്ള അപ്പാപ്പനില്ലായിരുന്നോ പോലീസുകാരൻ, അങ്ങേരുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് അവിടെ വീണ് കിടക്കുന്നുണ്ട്. അവൻ ആരും കാണാതെ മെല്ലെ ഇതെടുത്ത് അവന്റെ അരയിലേക്ക് വെച്ചു കൊടുക്കും. അതാണെങ്കിൽ ചൂടായിട്ട് അവന്റെ പിന്നിൽ പൊള്ളും. പക്ഷേ ശബ്ദം ഉണ്ടാക്കിയാൽ അവരെല്ലാവരും അറിയല്ലോ, അതുകൊണ്ട് തന്നെ അവൻ മിണ്ടാതിരിക്കും. അപ്പോഴാണ് സത്തൂറിന് ബാറിലുണ്ടായിരുന്ന അമ്മച്ചിയുടെ മോതിരം അവിടെ നിന്ന് കിട്ടുക. അവൻ പറയും, ഇത്രയും കാലം എന്നെ നല്ലപോലെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, എന്നാൽ ഇന്ന് എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എലോണ പറയും, ഭയം എല്ലാവരെയും മാറ്റും. എന്നാൽ താടി പറയും, ഭയം എല്ലാവരെയും മാറ്റിയല്ല ചെയ്യുന്നത്, ഭയം എല്ലാവരും ആരാണെന്ന് കാണിച്ചു തരും. അവരിങ്ങനെ സംസാരിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോഴാണ് എന്തോന്ന് വൈബ്രേറ്റ് ആവുന്ന ശബ്ദം കേൾക്കുക. താടി അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രം മാറ്റി നോക്കുന്നേരം നേരത്തെ പട്ടാളക്കാരന്റെ ഫോൺ അവൻ അവിടെ വെച്ചില്ലായിരുന്നോ, അത് ആ പ്ലേറ്റിനടിയിൽ കിടക്കുന്നുണ്ട്. തീയിട്ടപ്പോൾ ആ പ്ലേറ്റ് അതിന്റെ മേലേക്ക് വന്നതുകൊണ്ട് തന്നെ അതിനൊന്നും സംഭവിച്ചില്ല. അത് കാണുന്നേരം അവർക്ക് കുറച്ചൊന്ന് സമാധാനമാവും. ഏകദേശം പെട്ടുകിടക്കുന്ന മരുഭൂമിയിൽ കുറച്ചൊന്ന് മഴ പെയ്ത എങ്ങനെ ഉണ്ടാകും, അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് അവർക്കിപ്പോൾ കിട്ടിയത്. ഫോണിലേക്ക് ആരോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താടി അത് ചെവിയിൽ വെച്ച് നോക്കുന്നേരം അതിലാരും സംസാരിക്കുന്നില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. കോൾ കട്ടാവും. അവൻ വാട്സപ്പ് തുറന്ന് അതിലെന്തേലും ഒരു മെസ്സേജ് ഉണ്ടാകുമെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അതിൽ അവൻ ഇങ്ങനെ ഒരു മെസ്സേജ് കാണുന്നത്. ഹലോ, നീ ഓക്കെ അല്ലേ? സത്യം പറഞ്ഞാൽ ആ വാക്സിൻ ഫലം കാണുന്നുണ്ട്. എൻ്റെ അസുഖം ഭേദമായി, നിന്റെ അസുഖം ഭേദമായോ? ഈ ഒരു അസുഖത്തിന് വാക്സിൻ ഉണ്ടെന്നുള്ള കാര്യം അറിയുമ്പോഴേക്ക് അവരെല്ലാവരും സന്തോഷമാകും. എന്നാൽ പട്ടാളക്കാരൻ തിരിച്ചയച്ച മെസ്സേജ് കാണുന്ന നേരം അതെല്ലാം ഇല്ലാതെയാവും. പക്ഷേ ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് മാറ്റമൊന്നുമില്ല, എനിക്കത് മാറുന്നു പോലുമില്ല. അതാണ് അങ്ങേരുടെ മെസ്സേജ്. അവസാനമായിട്ട് അങ്ങേര് എന്ത് മെസ്സേജാണ് അയച്ചതെന്ന് നോക്കുന്നേരം അതിൽ കാണുന്നത്, അവരെല്ലാവരും ഇപ്പം എൻ്റെ പിന്നാലെയാണ്. ഞാനിപ്പോൾ ഒരു ബാറിൽ കയറി അതിൻ്റെ വാഷ്റൂമിലാണ് ഇരിക്കുന്നത്. പുറത്ത് നിന്ന് ഗൺഷോട്ട് എല്ലാം കേൾക്കുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. എന്നാൽ ഇതിനും അപ്പുറത്ത് നിൽക്കുന്ന ആൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, നീ അതും കൂടെ കുത്തിവെക്ക്, എന്തെങ്കിലും മാറ്റം കാണുമെന്ന് നോക്കാം. ആഫ്രിക്കയിലുള്ള ആളുകൾക്കെല്ലാം ഇത് വെച്ചാണ് ഭേദമായത്. നമ്മുടെ ടീംസ് എല്ലാവരും കൂടെ ഏറ്റവും മേലെയുള്ള മെസ്സേജ് നോക്കുന്നേരം അതിലെഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ 4 വാക്സിൻ കൂടെ ബാക്കിയുണ്ട്. ഇത് കാണുന്ന എലോണ ചോദിക്കും, ഇതിനൊരു വാക്സിൻ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർ നമ്മളെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? അതിന് സത്തൂർ പറയും, ഇപ്പോഴാണെങ്കിലോ ചിലപ്പോൾ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അപ്പോഴാണ് ഫോണിലേക്ക് വീണ്ടും ഒരു കോള് വരുന്നത്. ആ കോള് വരുന്നതോടുകൂടെ തന്നെ ഫോണിലെ ചാർജും തീർന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ സത്തൂർ പറയും, എൻ്റെ കയ്യിൽ ചാർജർ ഉണ്ട്. അവൻ്റെ കയ്യിൽ ഒരു കൊല ചാർജർ ഉണ്ടല്ലോ, അതെല്ലാം വെച്ച് വീണ്ടും ചാർജർ കണ്ടുപിടിക്കാനായിട്ട് അവർ കഷ്ടപ്പെടുകയാണ്. അങ്ങനെ അവർ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എലോണയ്ക്ക് എന്തോന്ന് ഓർമ്മ വരുന്നത്. ആ മെസ്സേജിൽ പറഞ്ഞിരുന്നല്ലോ 4 വാക്സിൻ ബാക്കിയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആ 4 വാക്സിനും അങ്ങയുടെ കയ്യിൽ തന്നെ കാണണ്ടല്ലേ? അവളിത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എല്ലാവരും കൂടെ വാക്സിൻ കണ്ടുപിടിക്കാനായിട്ട് അങ്ങേരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അങ്ങേരുടെ ബോഡി ആകെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടും വാക്സിൻ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. അന്നേരമാണ് ഓർമ്മ വരിക, അങ്ങേര വാഷ്റൂമിലായിരുന്നല്ലോ കിടന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്നാൽ അത് കാണാൻ പറ്റില്ലേ? അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. എന്നാൽ അവരവിടെ എത്തുന്നതിന്റെ മുന്നേ പാബ്ലോ അത് കട്ടുബോധിച്ചു. അവരെല്ലാവരും കൂടെ താഴേക്ക് അത് തെരഞ്ഞു ഓടിയപ്പോൾ പാബ്ലോ നേരെ വാഷ്റൂമിലേക്കായിരുന്നു ചെന്നിരുന്നത്. അവരെല്ലാവരും കൂടെ, പാബ്ലോ നിങ്ങളൊന്നും ചെയ്യല്ലേ, അത് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോവാ, നമുക്ക് എല്ലാവർക്കും കൂടെ അത് ഷെയർ ചെയ്യാം. അന്നേരം അവൻ ചോദിക്കും, ഇതതിനാകെ 4 എണ്ണേ ഉള്ളൂ, നമ്മൾ 5 പേരുണ്ടല്ലോ. താടി പറയും, നമ്മൾ 5 പേരായതുകൊണ്ട് നമുക്ക് നറുക്കിട്ടെടുക്കാം. ഇത് കേൾക്കുന്ന സത്തൂർ പറയും, നറുക്കൊന്നും ഇട്ട് എടുക്കണ്ട, എനിക്ക് ഇതുവരെ ഒരു ലോട്ടറി പോലും അടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് തീരെ വിശ്വാസമില്ല. എന്നാൽ എലോണ പറയും, നമുക്ക് എല്ലാവർക്കും കൂടി ഇത് ഷെയർ ഇട്ടെടുക്കാം, അതല്ല നല്ലത്. എന്നാൽ താടിക്ക് അത് അത്രക്കങ്ങ് പിടിച്ചിട്ടില്ല. എന്നാൽ അവരടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പാബ്ലോ അതിലൊന്നെടുത്ത് കയ്യിലേക്ക് കുത്തി വെക്കാൻ പോവാണ്. അവരെല്ലാവരും വേണ്ട വേണ്ടെന്ന് പറയുന്നുണ്ട്. താടി പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് അവൻ്റെ നേരെ നീട്ടും. എന്നാൽ അതുകൊണ്ട് ഷൂട്ട് ചെയ്താൽ പുറത്തേക്ക് ശബ്ദം കേൾക്കും. പുറത്തുനിന്ന് ആളുകൾ വന്ന് അവരെ കൊല്ലുമെന്നുള്ള കാര്യം പാബ്ലോക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അവൻ ആ വാക്സിൻ അവൻ്റെ കയ്യിലേക്ക് കുത്തി ഇറക്കും. അത് കഴിയുമ്പോൾ തന്നെ താടി ഓടി വന്ന് അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങും. പാബ്ലോയെ പിടിച്ചിടിക്കാൻ തുടങ്ങും. 2-3 ഇടിയെല്ലാം പാബ്ലോക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക, പാബ്ലോയെ കാണാൻ ചെറിയൊരു മനുഷ്യനെ പോലെയാണ് ഇരിക്കെങ്കിലും അങ്ങേർക്ക് പെരുത്ത ആരോഗ്യമാണ്. അങ്ങേര് തിരിച്ച് താടി ഇടിക്കാൻ തുടങ്ങും. അവസാനം അവൻ്റെ മോന്തക്കിട്ട് 4-5 എണ്ണം കൊടുത്ത് അവൻ്റെ കയ്യിൽ ഗണ്ണ് വാങ്ങിയിട്ട് എല്ലാവരുടെ നേരെയും ചൂടി നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്താ വിചാരിച്ചതെന്ന് എനിക്ക് അറിയാടോ, ഈ തെണ്ടിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ട് തന്നെ വാക്സിൻ തട്ടിയെടുത്ത് നിങ്ങളെല്ലാവരും കയ്യിൽ കുത്തിവെക്കാനല്ലേ നിങ്ങൾ വിചാരിച്ചേ? അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ബാക്കിയുള്ളത് വെച്ച് നിങ്ങൾ എന്താ വേണ്ടേ കാണിച്ചോ എന്ന് പറയുന്ന നേരം സത്തൂർ അത് എടുക്കാൻ വരുന്ന നേരം അവൻ്റെ വയറിനിട്ട് ഒരൊറ്റ ഇടിയാണ്. അവൻ താഴെ വീഴുന്ന നേരം വാക്സിൻ ആണെങ്കിൽ താഴെയുള്ള മുറിയിലേക്ക് കാണിച്ചില്ല. എല്ലാവരും അവൻ്റെ ഗണ്ണിൻ്റെ മുന്നിൽ പേടിച്ച് നിൽക്കുന്ന നേരം അമ്മച്ചി മെല്ലെ താഴെ ഇറങ്ങി ആ വാക്സിൻ മെല്ലെ കയ്യിലെടുക്കെങ്കിലും കയ്യിൽ നിന്നും വഴുതിയിട്ട് നേരെ ആ ഹോളിലേക്കാണ് വീഴുക. താഴെയുള്ള ഡ്രെയിനേജിലേക്കാണ് അത് വീഴുന്നത്. അങ്ങനെ കാരെറിഞ്ഞ് എല്ലാവരും താഴെ എത്തി. ഇനി അത് താഴെ നിന്നും എടുക്കണമെങ്കിൽ മെലിഞ്ഞൊരാൾക്ക് മാത്രമേ അതിലൂടെ താഴേക്ക് പോകാനായിട്ട് പറ്റൂ. അവരുടെ കൂടെയുള്ളതിൽ മെലിഞ്ഞൊരാളെന്ന് പറയാനായിട്ട് എലോണ മാത്രമാണ് ഉള്ളത്. അവരെല്ലാവരും കൂടെ അവളെ നോക്കുന്ന നേരം അവൾക്ക് പിന്നെ വേറെ ഒന്നും പറയാനില്ല. കാരണം അതെടുത്തില്ലെങ്കിൽ അവരെല്ലാവരും മരിക്കും. അങ്ങനെ അവൾ ഡ്രസ്സെല്ലാം മാറുന്ന നേരം സത്തൂറാണ് അവൾ കോയിലെല്ലാം തേച്ചു കൊടുക്കുക. അന്നേരം പാബ്ലോയുടെ കയ്യിൽ ഗണ്ണുള്ളതുകൊണ്ട് തന്നെ അവൻ ആർക്കും ബഹുമാനം കൊടുക്കുന്നില്ല. എലോണയുടെ ശരീരം നോക്കി അങ്ങേര് മോശമായിട്ട് ഓരോന്ന് സംസാരിക്കാൻ തുടങ്ങും. അയാളെ ആണെങ്കിൽ എതിർത്തൊന്നും പറയാനും പറ്റില്ല, കയ്യിൽ ഗണ്ണാണ്. മാത്രമല്ല അങ്ങേര് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാനും പറ്റില്ല. അവസാനം അവൾ മെല്ലെ അതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന നേരം അവളുടെ അരഭാഗത്തുമ്പോൾ തന്നെ നല്ല ടൈറ്റാണ്. അവൾക്ക് നല്ലപോലെ വേദന വന്നിട്ട് ആർത്ത് വിളിക്കും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് താഴെയായിട്ട് അവളുടെ കാലിൽ നിന്നും മുരഞ്ഞിട്ട് ചോര നല്ലപോലെ വരുന്നുണ്ട്. എന്നാൽ അവർ നേരത്തെ പാബ്ലോയെ എങ്ങനെയായിരുന്നു ഇറക്കിയിരുന്നത് അതുപോലെ തന്നെ അവളെ നല്ലപോലെ അമർത്തി കൊടുക്കുകയാണ്. അവസാനം
അവസാനം അവളുടെ നെഞ്ച് വരെ താഴേക്ക് ഇറങ്ങും. എന്നിരുന്നാലും താഴേക്ക് പോകാൻ കുറച്ച് പാടാണ്. ഇനി അങ്ങോട്ട് പോവില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് അവസാനത്തെ ട്രയൽ അവൾ താഴേക്ക് വീഴുന്നത്. അവൾ ആ പേട്ട വെള്ളത്തിലേക്കാണ് വീഴുന്നത്. അതിലേക്കല്ലാതെ വീഴാൻ പറ്റില്ലല്ലോ. അവൾ എങ്ങനെയോ നീന്തി മേലേക്ക് വന്ന് 3 വാക്സിനും കയ്യിൽ വെക്കും. അപ്പോഴേക്ക് താടി മേലെ നിന്നും ഒരു ബൾബ് താഴേക്ക് ഇറക്കിയിട്ട് അതിന്റെ വയറിൽ ഇത് കെട്ടിവെക്കാനായിട്ട് പറയും. എന്നാൽ എലോണ പറയും ഞാനിതൊരിക്കലും മേലേക്ക് അയക്കില്ല. താടി പറയും നീ എന്താണ് ചെയ്യുന്നത്? അതിന് അമ്മച്ചിയും റോസി അമ്മച്ചിയും പറയും നീ ഞങ്ങളെ ചതിക്കാണോ? ഞാൻ നിങ്ങളെ ചതിക്കൊന്നുമല്ല. ഞാൻ ഇവിടെ വെച്ച് ഇത് യൂസ് ചെയ്യല്ല. ഞാനിത് മേലേക്ക് തന്നാൽ ഞാൻ മേലെ എത്തുമ്പോഴേക്ക് പിന്നെ ഇത് ഉണ്ടാവില്ല. നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങൾ താഴേക്ക് വന്നേ പറ്റൂ. അന്നേരം അമ്മച്ചി വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് താഴേക്ക് വരാൻ പറ്റില്ല, എൻ്റെത് വലിയ ശരീരമാണ്. എന്നാൽ അവൾക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അവർ താഴേക്ക് വന്നാലേ ആ വാക്സിൻ അവൾ അവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നുള്ളൂ. കൂടുതലൊന്നും അവളോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് താടിക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവളൊരു തീപ്പെട്ടി ചോദിക്കുന്ന നേരം അവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കും. അതെന്തിനാണെന്നറിയില്ല. താഴെ കുറച്ച് ഇരുട്ടാണല്ലോ, അതിനായിരിക്കും. മേലെ താടിയാണെങ്കിൽ ഒരു വലിയ കമ്പി എടുത്ത് ആ ഹോള് വലുതാക്കാനുള്ള പരിപാടി തുടങ്ങും. അതെല്ലാം കുത്തിപ്പൊളിക്കാനുള്ള പരിപാടി തുടങ്ങും. താഴെ എലോണയാണെങ്കിൽ ആ ലൈറ്റും കത്തിച്ച് ആ തീപ്പെട്ടിയും കത്തിച്ച് മുന്നോട്ട് നടക്കാണ്. അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. കുറച്ച് മുന്നോട്ട് നടന്ന് ഡ്രെയിനേജിലെ ഒരു ജംഗ്ഷൻ എല്ലാം കടന്ന് മുന്നോട്ട് പോകുന്ന നേരം മേലെയായിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി അവൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് വെളിച്ചം താഴേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവൾക്കത് കാണുന്ന നേരം സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നുക. അവൾ അതിന്റെ അടുത്തേക്ക് ചെല്ലുമെങ്കിലും ആദ്യം തന്നെ ആ വാക്സിൻ അവിടെ ഒളിപ്പിച്ചു വെക്കാണ് ചെയ്യുക. എന്നിട്ട് മേലേക്ക് കയറി പുറത്തേക്ക് നോക്കുന്ന നേരം ഇഷ്ടംപോലെ പോലീസുകാരും ഹെൽത്തുകാരും കൂടെ അവിടെ മുഴുവനും സാനിറ്റൈസ് ചെയ്യുന്നതാണ് കാണുക. നേരത്തെ ബാറിൽ വെച്ചും പുറത്ത് വെച്ചും കൊന്ന ആളുകളെ എല്ലാവരെയും അവർ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടവൾ പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് ഇവിടെ താടിയും പാബ്ലോയും കൂടെ ആ ഹോൾ ഇടിച്ചിടിച്ച് കമ്പി കൊണ്ട് ഇടിച്ചിടിച്ച് കുറച്ചൊന്ന് വലുതാക്കി എടുക്കും. അങ്ങനെ അതിൽ കൂടെ അവർ ഓരോരുത്തരായിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ താടിയും സത്തൂറും പാബ്ലോയും കൂടെ താഴേക്ക് ഇറങ്ങി. ഇനി അവസാനമായിട്ട് അമ്മച്ചി മാത്രമാണ് താഴേക്ക് ഇറങ്ങാനുള്ളത്. അമ്മച്ചി താഴേക്ക് ഇറങ്ങുന്ന നേരം അമ്മച്ചിയുടെ ശരീരം അതിൽ കൂടെ താഴേക്ക് വരുന്നില്ല. എനിക്കിതിൽ വരാൻ പറ്റുന്നില്ല, ഞാൻ ഇനി എന്താണ് ചെയ്യാന്ന് ചോദിക്കുന്ന നേരം പെട്ടെന്ന് തന്നെ സത്തൂർ അമ്മച്ചിയുടെ കാലിലേക്ക് പിടിച്ച് തൂങ്ങും. അങ്ങനെ താഴേക്ക് പിടിച്ച് വലിക്കുകയാണ്. അവസാനം താഴേക്ക് വീഴില്ല എന്ന് വിചാരിച്ച അമ്മച്ചിയും അതിൽ കൂടെ താഴേക്ക് വീഴും. അങ്ങനെ അമ്മച്ചിയെ പിടിച്ച് കരക്ക് കയറ്റുന്ന സമയത്താണ് അങ്ങോട്ട് എലോണ വരുന്നത്. അങ്ങനെ പാബ്ലോയും കരയിലേക്ക് പിടിച്ചു കയറുന്ന നേരത്താണ് പെട്ടെന്ന് പിന്നീന്ന് താടി വന്ന് അവനെ പിടിച്ച് താഴേക്ക് വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാലും ആ ഗണ്ണ് പിടിച്ചു വാങ്ങാനാണ് താടി അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട് അവരെല്ലാവരും പറയുന്നുണ്ട് വേണ്ട വേണ്ട, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും താടി പാബ്ലോയും പിടിച്ച് വെള്ളത്തിനടിയിലേക്ക് പോകും. കുറച്ച് സമയം കഴിയുന്നേരം 2 ഗൺ ഷോട്ടാണ്, ഗണ്ണ് പൊട്ടുന്ന ശബ്ദമാണ് കേൾക്കുക. എന്നാൽ കുറച്ച് സമയം കഴിയുന്നേരം താടിയാണ് ഗണ്ണുമായിട്ട് മേലെ കയറി വരുന്നത്. പാബ്ലോയെ അവൻ കൊന്നു. അവൻ പാബ്ലോയെ കൊന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്ന നേരം അവർക്ക് എല്ലാവർക്കും ഇപ്പൊ താടിയെ പേടിയാണ്. നീ എന്തിനാണ് അവനെ കൊന്നേന്ന് ചോദിക്കുന്ന നേരം താടി പറയും ഞാൻ അവനെ കൊന്നില്ല, അവൻ എന്നെ പിടിച്ച് താഴേക്ക് വലിച്ചാണ്. ആ സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് പൊട്ടി, അവൻ തന്നെയാണ് മരിച്ചത്, ഞാനൊന്നും ചെയ്തില്ല. എന്നാൽ താടിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. അവൻ ഇനി എന്ത് പറഞ്ഞാലും അവരാരും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എലോണയോട് നീ ആ വാക്സിൻ എവിടെയാണ് വെച്ചതെന്ന് ചോദിക്കും. എന്നാൽ അവൾ പറയും നീ ആ ഗണ്ണ് ഒഴിവാക്കാതെ അതെവിടെയാണ് വെച്ചതെന്ന് ഞാൻ പറയില്ല. അപ്പോഴേക്ക് അവൻ അവളുടെ അടുത്തേക്ക് ചാടി വന്ന് നീ എന്നെ വിശ്വസിക്കുക, നീ അത് എവിടെയാണ് വെച്ചതെന്ന് പറ, ഞാൻ ആരെയൊന്നും ചെയ്യില്ല. എന്നാലും അവളതൊന്നും വിശ്വസിക്കുന്നില്ല. അത് കാണുന്ന അവൻ സത്തൂറിന്റെ തലയിലേക്ക് ഗണ്ണ് വെച്ച് ഞാൻ ഇപ്പം ഇവനെ കൊല്ലാം, ഇവനെ കൊന്നാൽ പിന്നെ 3 പേർക്ക് മാത്രം ആ വാക്സിൻ തികയല്ലോ, പോരെ, നീ ഇതെല്ലാം ആഗ്രഹിച്ചേ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. വാക്സിൻ 3 ആണെങ്കിലും നമ്മൾ 4 ആയിട്ട് ഷെയർ ചെയ്യും, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. നീ ഇപ്പൊ കൂളാവുകയാണെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാൻ പോകും. എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് താടി കൂളായി. അങ്ങനെ അവരെല്ലാവരും കൂടെ വാക്സിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. എന്നാൽ അമ്മച്ചിയാണെങ്കിൽ കയ്യിൽ കുറച്ച് കാശുണ്ടാക്കി വെച്ചിരുന്നല്ലോ, നേരത്തെ ഗെയിം കളിച്ചിട്ട് കുറച്ച് കാശുണ്ടാക്കി വെച്ചിരുന്നല്ലോ, അതിന്റെ കോയിൻസ് എല്ലാം തറയിലിട്ട് വെക്കും. അതെന്തിനാന്ന് ചോദിക്കുന്ന നേരം വഴി മറക്കാതിരിക്കാനാന്ന് പറയും. അങ്ങനെ അവർ കുറച്ച് മുന്നിലേക്ക് നടന്ന് ഡ്രെയിനേജിന്റെ ഒരു ജംഗ്ഷൻ എല്ലാം ചാടി കടന്ന് അങ്ങനെ പോവുകയാണ്. എന്നാൽ ഇനി മുന്നിലേക്ക് പോകണമെങ്കിൽ ഇരുട്ടത്തുകൂടെ വക്കിലൂടെ മുന്നോട്ട് പോകണം. എന്നാൽ അങ്ങനെ പോകുന്ന നേരത്താണ് പെട്ടെന്ന് സത്തുറ് താഴേക്ക് വീഴുക. എന്നെ ആരോ തള്ളിയിട്ടതാണ് എന്ന് അവൻ ആർത്ത് വിളിക്കുന്നുണ്ട്. അമ്മച്ചിയാണെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇരുട്ടായതുകൊണ്ട് അവർക്കാർക്കും ഒന്നും കാണുന്നില്ല. അത് കാണുന്ന എലോണ പറയും നീ കയ്യിൽ ഗണ്ണ് പൊട്ടിക്ക്. പെട്ടെന്ന് താടി ഗണ്ണ് പൊട്ടിക്കുന്ന നേരം ആ വെളിച്ചത്തിൽ അവർ കാണുന്നത് അമ്മച്ചി സത്തൂറിനെ വെള്ളത്തിലേക്ക് മുക്കുന്നതാണ്. അവനെ കയറി വരാനായിട്ട് സമ്മതിക്കാതിരിക്കുന്നതാണ്. താടി പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി സത്തൂറിനെ പിടിച്ച് കരയിലേക്ക് കയറ്റിയിട്ട് അമ്മച്ചിയുടെ തലയിൽ ഗണ്ണ് വെക്കും. നിങ്ങൾ എമ്മാതിരി പരിപാടിയെ ഇപ്പൊ കാണിച്ചതെന്ന് ചോദിക്കും. അമ്മച്ചി പറയും എനിക്കറിയാം, ഞാൻ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തത്. ഞാനൊരു ചൂതുകളി കളിച്ച് നോക്കിയാണ്, പക്ഷെ അതിലെനിക്ക് വിജയിക്കാനായിട്ട് പറ്റിയില്ല. സത്തൂർ പറയും അങ്ങനെയാണെ തള്ളൻ, നിനക്ക് ഒറ്റക്ക് കളിച്ചാൽ പോരെ, എന്നെ എന്തിനാ ഇതിലേക്ക് വലിച്ചിടുന്നത്? താടിക്ക് ഒരു കാര്യം മനസ്സിലായി, അമ്മച്ചി എപ്പോഴാണ് പണി തരാൻ പോവാന്ന് പറയാൻ പറ്റില്ല. അവൻ അമ്മച്ചിയുടെ തലയിൽ ഗണ്ണ് വെച്ച് പൊട്ടിക്കാനായിട്ട് നിൽക്കാണ്. അന്നേരം അമ്മച്ചി പറയും നീ എൻ്റെ തലയിൽ ഷൂട്ട് ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ജീവിതമൊക്കെ ഞാൻ എപ്പോഴോ വെറുത്താണ്, പിന്നെ രക്ഷപ്പെടാനായിട്ട് വെറുതെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നിനക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞു നിൽക്കാം. എന്നാൽ അമ്മച്ചി തിരിഞ്ഞു നിന്നിട്ടും താടിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവനിപ്പോൾ കരയാണ്. അത് കാണുന്ന അമ്മച്ചി ആ ഗണ്ണ് വാങ്ങിയിട്ട് ഇത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരെയും പാസ് ചെയ്ത് കുറച്ച് പിന്നിലേക്ക് ചെല്ലും. പിന്നെ ടപ്പേ എന്ന് ഗണ്ണ് പൊട്ടുന്ന ശബ്ദമാണ് കേൾക്കുക. അവർക്ക് മനസ്സിലായി അമ്മച്ചി മരിച്ചു കഴിഞ്ഞു. താടി പറയും നമ്മൾ എന്തായിരുന്നോ വിചാരിച്ചിരുന്നത്, അതിപ്പോൾ നടന്നു കിട്ടിയില്ലേ, ഇനി നമുക്ക് വാക്സിൻ എടുക്കാൻ പോവാന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടെ വാക്സിൻ്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ വാക്സിൻ എടുത്ത് അവർ 3 പേരും ഷെയർ ചെയ്യും. 3 പേർക്കും 3 എണ്ണം കിട്ടി. അവരിതുവരെ ആഗ്രഹിച്ചിരുന്ന സാധനം ഇപ്പോഴാണ് അവരുടെ കയ്യിലേക്ക് കിട്ടുന്നത്. എലോണ പറയും ഇത്
ഇത് യൂസ് ചെയ്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്ര നേരം വഴക്കുണ്ടാക്കിയത്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അവർ 3 പേരും കൂടെ അത് കുത്തിവെക്കാനായിട്ട് നിൽക്കുന്ന നേരത്താണ് നേരത്തെ അമ്മച്ചി ഇട്ട് വെച്ചിരുന്ന കോയിൻസ് ഇല്ലായിരുന്നോ ചില്ലറ, അതെല്ലാം വീണ്ടും ശബ്ദം ഉണ്ടാക്കുന്നത്. ചിൽ 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 അങ്ങനെ ആരോ ഇട്ടോണ്ടിരിക്കുകയാണ്. എന്നാൽ അമ്മച്ചി മരിച്ചില്ലേ, പിന്നെ ആരാണിത് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. അവർ മെല്ലെ അങ്ങോട്ട് ചെന്ന് നോക്കുന്ന നേരം അമ്മച്ചി അവിടെ മരിച്ചു തന്നെയാണ് കിടക്കുന്നത്. അമ്മച്ചിയുടെ കണ്ണിലാണെങ്കിൽ 2 കോയിൻസും ആരോ എടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് പാബ്ലോ ഒരു കമ്പിയായിട്ട് വന്ന് സത്തൂറിന്റെ തലക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കുക. ആ ഒരൊറ്റ അടിയിൽ തന്നെ അവൻ മരിച്ച് താഴെ വീഴും. ഇതിപ്പോ ഇവന് എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്ന് വെച്ചാൽ ആർക്കറിയാം. പക്ഷെ അവന്റെ നെഞ്ചത്ത് ബുള്ളറ്റ് കൊണ്ടതിന്റെ പാടുണ്ട്. അതിൽ നിന്ന് ചോരയൊന്നും വരുന്നില്ല, പക്ഷെ അവൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. ചിലപ്പോഴവൻ വാക്സിൻ കുത്തിവെച്ചതിന്റെ എന്തെങ്കിലും പവറായിരിക്കും. എന്നാൽ അവൻ കമ്പിയായി വരുന്നത് കണ്ടിട്ട് താടിയും എലോണയും അവിടെ നിന്ന് ഓടുകയാണ്, രക്ഷപ്പെടാനായിട്ട് ഓടുകയാണ്. അവനാണെങ്കിൽ ബൈബിളിലെ വചനെല്ലാം പറഞ്ഞ് കൊലവിളിയും വിളിച്ചോണ്ട് കമ്പിയെല്ലാം തറയിൽ അടിച്ച് വെള്ളത്തിൽ അവരുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓടിപ്പോകുന്ന എലോണയും താടിയും കൂടെ ഒരു ഡെഡ് എൻഡിലാണ് എത്തുന്നത്. അവിടുന്ന് പിന്നെ പോകാനായിട്ട് വഴിയൊന്നുമില്ല. എന്നാൽ അവിടെ കുറച്ച് ഇരുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ അവരൊന്നും മിണ്ടാതിരിക്കും. പാബ്ലോ ആണെങ്കിൽ കമ്പി അവിടെ ഇവിടെയെല്ലാം അടിച്ച് ഒരു പാട്ടും പാടിയിട്ട് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ ഇരുട്ടത്തായതുകൊണ്ട് അവൻ അവരെ കാണാനായിട്ട് പറ്റില്ല. എടാ എലി പോലെ പേടിച്ചോടിയവനെ, നീയും നിന്റെ മറ്റവളും എവിടെറാ, നീ എന്റെ മുന്നിലേക്ക് എങ്ങാനും വാ, നിന്റെ തല അടിച്ചു പൊളിച്ച് ഞാൻ തരും. അവരാണെങ്കിൽ അവന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇരുട്ടത്തായതുകൊണ്ട് തന്നെ അവര് പേടിച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ ഒരു ഗ്യാപ്പ് കിട്ടുന്ന നേരം അവർ പാബ്ലോയെ പാസ് ചെയ്തുകൊണ്ട് മറ്റൊരു വഴിക്ക് ഓടും. എന്നാൽ അവൻ പിന്നാലെ തന്നെ അവരെ പിടിക്കാനായിട്ട് ഓടി വരുന്നുണ്ട്. കുറച്ച് ദൂരേക്ക് ഓടുന്ന നേരം മേലേക്ക് പോകാനായിട്ടുള്ള ഒരു വഴി കാണാം. ആദ്യം തന്നെ എലോണയോട് കയറാൻ പറഞ്ഞ് തൊട്ട് പിന്നാലെയാണ് താടി കയറുന്നത്. എന്നാൽ തൊട്ട് പിന്നാലെ വരുന്ന പാബ്ലോ അവന്റെ കാലിനിട്ട് അടിയോട് അടിയാണ്. താടി അവന്റെ തലക്കിട്ടൊരു ചവിട്ടും കൊടുത്ത് വീണ്ടും മേലെ കയറി ചെല്ലും. എന്നാൽ തിരക്കിൽ കയറുന്നതിന്റെ ഇടയിൽ എലോണയുടെ കാല് വഴുതി അവിടെ ഉണ്ടായിരുന്ന കമ്പിക്കടിക്കും. അവൾ ആർത്ത് വിളിക്കുന്ന നേരം അവളുടെ വായിൽ കടിച്ചു പിടിച്ചിരുന്ന വാക്സിൻ ആണെങ്കിൽ നേരെ താഴേക്കാണ് വീഴുന്നത്. എന്നാൽ ഇനി അവർക്കത് എടുക്കാൻ പറ്റില്ല. താടി പറയും മേലെ കയറി മേലെ കയറി. ഏറ്റവും മേലെ എത്തുന്ന നേരം പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു അടപ്പ് മാറ്റണം. ആ അടപ്പാണെങ്കിൽ അവരെ കൊണ്ട് മാറ്റാനായിട്ട് പറ്റുന്നില്ല. അവർ രണ്ടുപേരും കൂടെ എലോണയും താടിയും കൂടെ അതിൽ തട്ടി വിളിക്കുന്നുണ്ട്, പുറത്തേക്ക് ആർത്ത് വിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് പുറത്ത് ആളുകളെല്ലാം ഉണ്ടെങ്കിലും അവരാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ആ ബാറിന്റെ ഭാഗത്ത് വന്ന് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് വീണ്ടും മേലേക്ക് കയറി വരുന്ന പാബ്ലോ താടിയുടെ കാലിനിട്ട് പിടിക്കും. ഇനി താടിക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് പുറത്തെത്തിയാലും പാബ്ലോ വന്നവനെ കൊല്ലും. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഇതിനെല്ലാം കൂടി ഒരു തീരുമാനമാവണം. അവൻ അവളോടൊരു നന്ദിയും പറഞ്ഞ് നേരെ പാബ്ലോയുടെ മേലേക്ക് ഒരു ഒറ്റ ചാട്ടാണ്. താഴെ വീഴുന്ന നേരം അഥവാ പാബ്ലോ എങ്ങനെ മരിച്ചാൽ അവന് രക്ഷപ്പെടാലോ. എന്നാൽ വിചാരിച്ച പോലെയല്ല സംഭവിച്ചത്. രണ്ടുപേരുടെയും തല ആ ഏണിക്കിട്ട് അടിച്ച് രണ്ടുപേരും മരിച്ചുപോയി. ഇത് കാണുന്ന എലോണക്കാണെങ്കിൽ അത് സഹിക്കാനായിട്ട് പറ്റില്ല. അവൾ കരയും. എന്നാൽ ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എങ്ങനെയും രക്ഷപ്പെടണ്ടേ. അതിനായിട്ട് അവൾ ആദ്യം തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന വാക്സിൻ അവളുടെ കയ്യിലേക്ക് കുത്തിവെക്കും. മരുന്ന് അകത്തേക്ക് ചെല്ലുന്ന നേരം നല്ല വേദനയുണ്ട്. എന്നിരുന്നാലും അവൾ സഹിച്ചാണ് അതെല്ലാം ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്ന നേരം അവളെ കൊണ്ട് പറ്റുന്നില്ല. അവൾ വിചാരിക്കും പുറത്താരും ഇല്ലാഞ്ഞിട്ടാണ് സഹായിക്കാത്തതെന്ന്. എന്നാൽ അവസാനം എങ്ങനെയൊക്കെയോ അവൾ കുത്തിപ്പിടിച്ചത് തുറക്കുന്ന നേരം പുറത്തേക്ക് നോക്കുന്ന നേരമാണ് ഇഷ്ടംപോലെ ആളുകൾ അവിടെ ഉള്ളത് കാണുക. എന്നാൽ അവൾ നിൽക്കാൻ പോലും പറ്റാതെ ആ തറയിൽ കിടക്കും. എന്നാൽ ഇത് കാണുന്ന നാട്ടുകാർ തണ്ടികളാണെങ്കിൽ അവളൊന്ന് സഹായിക്കുന്ന പോലുമില്ല. ഇങ്ങനെ കിടന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാവുന്ന നേരം അവൾ മെല്ലെ എഴുന്നേൽക്കും. അവളുടെ തൊട്ട് പിന്നീ തന്നെയാണ് ആ ബാർ കിടക്കുന്നത്. അവിടെ നിന്നും അവൾ ഇവിടേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ആളുകൾക്കിടയിലൂടെ അവൾ മെല്ലെ വീട്ടിലേക്ക് നടക്കുന്ന നേരം ഒരു ചേച്ചി മാത്രം അവളെ കണ്ടിട്ട് അവൾ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് വിചാരിച്ച് അവരുടെ കോട്ടൂരിട്ട് അവൾക്ക് ഇട്ടുകൊടുക്കും. ആകെ മനുഷ്യത്തുള്ള ഒരൊറ്റയാളെ ഇപ്പോഴാണ് കാണുന്നത്. എന്നാൽ ഈ കോട്ടിട്ടയാളെ അവളൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് മാത്രം ചെയ്യുക. കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് അവളെ കൊണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവളെ ഇന്ന് ഡേറ്റിങ്ങിന് കാണാമെന്ന് പറഞ്ഞ പയ്യനില്ലായിരുന്നോ, അവൻ അവളുടെ അടുത്ത് കൂടെ പോകുന്നത്. പരിചയമുള്ളൊരു മുഖം കണ്ടിട്ട് ഹെലോണ എന്ന് അവൻ വിളിച്ചു നോക്കും. എന്നാൽ അവൾ മെയിൻ ചെയ്യുന്നില്ല. ചിലപ്പോൾ ആള് മാറിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ച് അവനും കാര്യമാക്കില്ല. അങ്ങനെ ആളുകളുടെ ഇടയിൽ കൂടെ വീട്ടിലേക്ക് പോകുന്ന എലോണയെ കാണിച്ചുകൊണ്ട് ദ ബാർ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ ലോകത്തിലെ പല ഗവൺമെൻറ്റുകളും ഇതുപോലെ പല കാര്യങ്ങളും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മറച്ചു പിടിക്കുന്നുണ്ടോ ഇല്ലേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലുള്ളതൊന്നും മറച്ചു പിടിക്കാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ കേസൊക്കെ ആണെങ്കിൽ അവർക്ക് മറച്ചു വെക്കാനായിട്ട് പറ്റും. പക്ഷെ ഇതുപോലെയുള്ളതൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയിലെ ഗവൺമെൻറ്റിന് ഇഷ്ടംപോലെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ടയറിട്ട് കത്തിക്കാനായിട്ട് കുറച്ച് ആളുകൾ വന്നില്ലായിരുന്നോ, അന്നേരം അവരെല്ലാം കണ്ടതാണ് ഈ ബാറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് കുറച്ച് ആളുകൾ എല്ലാവരെയും കൊല്ലാനായിട്ട് ബാറിലേക്ക് വന്നപ്പോൾ അവർക്ക് 3 പേരെ മാത്രമാണ് കൊല്ലാനായിട്ട് പറ്റിയേ. എന്നാൽ ഈ ബാക്കിയുള്ള 5 പേര് എവിടെയുണ്ടെന്ന് അവർ തെരഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്തായാലും സിനിമ നമുക്ക് സിനിമയായിട്ട് തന്നെ കാണാം. നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ മറക്കാതെ ഒരു കമൻറ്റ് കൂടെ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.